ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം തിന്ന് കൊഴുക്കുമ്പോൾ ചിലർക്കൊരു കുത്തല് കയറും. ഈ ഒരു കുത്തലിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കാദ്യം ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്കിതിനുള്ള മറുപടി പറയാം. നമസ്കാരം. റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ കയറിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് കാസർഗോഡേക്ക് കളിക്കാൻ പോകേണ്ട ആലപ്പുഴ ജില്ലാ ടീമിൻ്റെ കബഡി ടീമിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ആ ഇരിക്കുന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചേട്ടൻ കണ്ടു. ചേട്ടനൊക്കെ പറയുന്നതല്ല, ചേട്ടൻ കേൾക്കും. ചേട്ടൻ അയ്യപ്പൻ ചേട്ടൻ ഞങ്ങൾ കാസർഗോഡ് കുമ്പളയ്ക്ക് ടിക്കറ്റ് തരാൻ പറയുമ്പോൾ പുള്ളി മറ്റങ്ങോട്ടോ ടിക്കറ്റ് എടുത്തു. അത് മാത്രമല്ല, അത് ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയപ്പോഴത്തേക്ക് അയ്യപ്പൻ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അയ്യപ്പൻ ചേട്ടൻ്റെ തെറ്റുകൊണ്ട് പറ്റിയാണ്. പക്ഷേ അയ്യപ്പൻ ചേട്ടന് നമ്മൾ പൈസ കൊടുത്താലേ അയ്യപ്പൻ ചേട്ടൻ 15 രൂപ ടിക്കറ്റ് വേണം. ആയിക്കോട്ടെ, 15 രൂപ കൊടുക്കാന്ന് വെച്ചു. അപ്പോൾ ചേട്ടൻ അയ്യപ്പൻ ചേട്ടൻ അടുത്ത സാരം അയ്യപ്പൻ ചേട്ടൻ 30 രൂപ കൊടുത്താലേ അയ്യപ്പൻ ചേട്ടൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ റെയിൽവേയിലുള്ള ഉദ്യോഗസ്ഥരാരും ഈ നഷ്ടം സഹിക്കത്തുമില്ല. അതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റും ക്യാൻസൽ ചെയ്യിച്ച് പുതിയ ടിക്കറ്റ് എടുത്ത് അയ്യപ്പൻ ചേട്ടൻ്റെ വലിയൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ അയ്യപ്പൻ ചേട്ടൻ ഞങ്ങളുടെ വീഡിയോയിൽ പിടിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അയ്യപ്പൻ ചേട്ടൻ വെറുതെ വിടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അയ്യപ്പൻ ചേട്ടനെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് അയ്യപ്പൻ ചേട്ടൻ. നമ്മൾ മാറി നിന്ന് അയ്യപ്പൻ ചേട്ടനെ കാണിച്ചു തരാം. അയ്യപ്പൻ ചേട്ടാ നോക്കിയേ, അയ്യപ്പൻ ചേട്ടൻ്റെ ഒരു ഡ്രസ്സിങ് കോഡൊക്കെ ഉണ്ടാവും. ഇന്ത്യൻ റെയിൽവേയിലെ ആളുകൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്താൽ മതിയെന്നായിരിക്കും പറയുന്നത്. ഓൾറെഡി അയ്യപ്പൻ ചേട്ടൻ്റെ പേര് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അയ്യപ്പൻ ചേട്ടൻ നമ്മുടെ പേര് കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കൊള്ളാം, ഇങ്ങനെ വേണം ഇന്ത്യൻ റെയിൽവേയിൽ ജീവനക്കാർ പ്രവർത്തിക്കേണ്ടത്. അയ്യപ്പൻ ചേട്ടൻ ജോലിയെടുക്കണം. ഇതാണ് കബഡി കളിക്കാൻ പറ്റുന്ന പാവപ്പെട്ട പിള്ളേരെ ഇവരുടെ പണി കൊടുത്തിട്ട് ആകരുത് അയ്യപ്പൻ ചേട്ടൻ ജോലി. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് റോബിൻഹുഡ് സിനിമയാണ്. റോബിൻഹുഡ് സിനിമയിൽ നരൻ ഇതുപോലെ ടിക്കറ്റ് നൽകാൻ, അതായത് എൻക്വയറിക്ക് ഇരിക്കുന്ന ഇതേപോലെ ഒരു ചേട്ടൻ്റെ കാര്യം കൃത്യമായി എഴുതി പരാതിയായിട്ടിടുന്ന ഒരു സീനുണ്ട്. അതേ രീതിയിലാണ് എനിക്ക് ഈ സീൻ തോന്നിയത്. അതായത് തൻ്റെ കൃത്യം നിർവഹിക്കേണ്ട സമയത്ത് അത് തനിക്ക് തെറ്റിപ്പോയി. തെറ്റ് മനുഷ്യ സഹജമാണ്, ആർക്ക് വേണമെങ്കിലും തെറ്റ് സംഭവിക്കാം. ആ സംഭവിച്ച തെറ്റിനെ മറ്റൊരാളുടെ തലയിലേക്ക്, അതായത് തനിക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി, എന്നിട്ട് പോലും ആ തെറ്റ് മറ്റൊരാളുടെ തലയിലേക്ക് കൊടുക്കുകയും നമ്മൾ തെറ്റ് ചെയ്തത് മൂലം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പകരം കുറച്ചുകൂടി പണി അവൻ്റെ തലയിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇയാൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അയാളുടെ ഒരു വേഷം കണ്ടോ നിങ്ങൾ? ഒരു റെയിൽവേ എൻക്വയറിക്ക് ഇരിക്കുന്ന, അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ ഇരിക്കുന്ന രൂപത്തിലാണോ ഇരിക്കുന്നത്? എന്ത് പറയുന്നത്, ഒരു കള്ളുകുടിയനോ അല്ലെങ്കിൽ സമൂഹത്തിൽ മോശം രീതിയിൽ നടക്കുന്ന ഒരാൾ വന്നൊരു കസാരയിൽ ഇരുന്നാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതേ രീതിയിലാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ആ ഒരു ഇരുത്ത കണ്ടാൽ തന്നെ അറിയാം ആ ജോലി അദ്ദേഹം എത്രത്തോളം മോശമായിട്ടാണ് ചെയ്യുന്നതെന്ന്. തീർച്ചയായും റെയിൽവേ ഇങ്ങനെയുള്ള ജീവനക്കാരെ പുറത്താക്കുക തന്നെയാണ് വേണ്ടത്. കാരണം റെയിൽവേയുടെ കൃത്യമായ വരുമാനം എന്ന് പറയുന്നത് യാത്രക്കാരാണ്. അവർക്ക് കൃത്യമായുള്ള സേവനമാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഒരുപാട് രീതിയിൽ റെയിൽവേയിൽ നിന്നും നാണക്കേടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ റെയിൽവേ കുറ്റം പറയാത്ത അവസരങ്ങളില്ല. ഇപ്പോൾ കുറച്ചു കാലമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ കുറിച്ച് ആരെങ്കിലുമൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെയുള്ളവന്മാർ ഇതിലിരുന്നാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നല്ല കാര്യങ്ങളും മോശമായി തീരും.